ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് കട്ട്ലേറ്റ് കൂട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വെർമസെല്ലി, അതായത് നമ്മുടെ സേമിയ ഇല്ലേ, അത് കുറച്ച് വേണം. പിന്നെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചത്, പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ വേണ്ടത് നമുക്ക് ബീഫാണ്. അപ്പോൾ ബീഫ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫാണ്. ഇനിയിപ്പോൾ ബീഫ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് എടുത്തിട്ട് റോസ്റ്റ് പോലെ ചെയ്തിട്ട് ശേഷം വേണം അത് ചെയ്യാൻ. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാമല്ലോ വെച്ചിട്ട് ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടാണ് ചെയ്യണത് കേട്ടോ, ബീഫ് റോസ്റ്റ്. പിന്നെ വേണ്ടത് അതിനൊരു കോട്ടിങ് കൊടുക്കാൻ 2 എഗ്ഗ് വേണം. പിന്നെ അതിലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് കാടമുട്ട വേണം, അതിൻ്റെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് വേവിച്ചത് കൊണ്ട് നമുക്ക് പിന്നെ വേറെ മസാലകളൊന്നും വേറെ വേണ്ട. അപ്പോൾ നമുക്കൊന്ന് ഔട്ടിങ്ങിന് അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മതി. ബീഫ് റോസ്റ്റ് ചെയ്യാത്തതാണ് വെച്ചെങ്കിൽ നമുക്ക് സാധാരണ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇഞ്ചി ഉള്ളി പേസ്റ്റൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു റോസ്റ്റ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. റോസ്റ്റ് ഉള്ളതാണെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ആ റോസ്റ്റ് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വേറെ സവോളയും തക്കാളി സാധനങ്ങളൊന്നും വേണ്ട, ആ റോസ്റ്റ് എടുത്ത് അങ്ങോട്ട് അടിച്ചാൽ മതി. അപ്പോൾ അതിലെല്ലാം സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് മിക്സി എടുക്കാം. മിക്സർ ജാർ എടുത്തിട്ട് അതിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത ബീഫ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. മസാലപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കില്ല, അതേപോലെ ചെയ്യണം. അത് ഉള്ളതുകൊണ്ട് അത് സ്കിപ്പാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് മിക്സിയിലിട്ട് അടിക്കുക, ഒന്ന് അടിച്ചെടുക്കാം. കുറേ അടിക്കല്ല, ഒന്നെന്താ പറയുക, ചതച്ചെടുക്കില്ലേ, അതുപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് അതിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതെല്ലാതും കൂടി ചേർത്തിട്ട് ഇതിൽ നമുക്ക് മിക്സിങ് എല്ലാം ഒന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ അതെടുത്തു. അതിലേക്ക് പിന്നെ നമുക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് കുറച്ച് ചേർക്കാം. അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചേർക്കണം. അതിന് മുന്നേ നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ആ ബീഫിലേക്ക് നമുക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. മസാല നേരത്തെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അത് വേറെ ഒന്നും ചേർക്കാത്തത് കേട്ടോ. ഒരടുപ്പ് കത്തിച്ച് ബീഫ് അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ലല്ലോ, കാരണം റോസ്റ്റ് ചെയ്ത ബീഫ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടു. പിന്നെ നമുക്ക് ആ ഉരുളക്കിഴങ്ങും എല്ലാത്തിലും കൂടി ഒരു മിക്സ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ്, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, അതെല്ലാത്തിലും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഉരുളക്കിഴങ്ങിലൊന്നുമില്ലല്ലോ, അപ്പോൾ അതൊന്ന് മിക്സായി വരാൻ വേണ്ടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കും. അപ്പോൾ തീ ഓഫ് ആക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് ഇതിലേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായത് എനിക്ക് വാട്സപ്പിലൊക്കെ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അതിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട്ലേറ്റിലെ സാധാ പോലെ വല്ല എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചതച്ച് ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ആക്കിക്കോളൂ കേട്ടോ. ഒന്ന് നല്ലോണം ഇതാക്കിക്കോട്ടെ, കാര്യം വല്ല കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ബ്രെഡ് ക്രംസ് നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഇടുക. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് വെർമസെല്ലി ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് ആവശ്യമുള്ള ബ്രെഡ് ക്രംസ് ഇതിൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക, ഒരു പിടുത്തം വരാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു ഉരുള പോലെ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഓരോന്നും ഞാൻ ഉണ്ടാക്കണം നോക്കിട്ടാ നിങ്ങൾ. അങ്ങനെ ഇത്തിരി വലിയ ഉരുള തന്നെ ആക്കിയെടുത്ത് നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അറിയാണ്ട് ചിലപ്പോൾ ഓരോന്നൊക്കെ വെട്ട് കിടക്കണ്ടാവും. അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് പരത്ത്. എന്നിട്ട് ഒരു കൂട്, നമ്മുടെ പേര് പോലെ തന്നെ ഒരു കൂടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൂട് പോലെ ഒരു വെറൈറ്റി കട്ട്ലേറ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കൂട് പോലെ ആക്കി എടുക്കുക. കൈ വെച്ചിട്ട് നടുക്കൊരു കുഴി പോലെ വരുത്തിയിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിൽ കിളി മുട്ടയിട്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാടമുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അത് കൂട് പോലെ ആക്കി വെക്കുക. അങ്ങനെ നമുക്ക് എല്ലാതും അതുപോലെ ആക്കിയിട്ടെടുക്കാം, കൂട് പോലെ ആക്കിയെടുക്കാം. എല്ലാം ആക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി മിക്സിങ് ബാക്കി ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂടുകളും റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞ് കൂടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വന്നു ഉണ്ടാക്കിയത്. ഇനി വേണ്ട കാര്യങ്ങൾ നോക്കൂ. ഇനി നമുക്ക് ആ 2 മുട്ട നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ മുക്കി ബ്രെഡ് ക്രംസ് ഇനി കൂടുതൽ വേണ്ട, കാരണം വെർമസെല്ലി ആണല്ലോ നമ്മളതിൻ്റെ ഔട്ടിങ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസ് കൊടുത്താൽ മതി, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ കാടമുട്ട വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച്, അപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ ഒരു സാധനം കാണിക്കാൻ മറന്നു. എന്താണെന്നറിയോ? നമ്മുടെ വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണ അപ്പോൾ അവിടെ വെച്ച് കാണിച്ചില്ല. വെളിച്ചെണ്ണ എന്തായാലും വേണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഉരുളി വെച്ചു. ഓരോന്ന് ഈ കട്ട്ലേറ്റ് ഇടുന്ന പോലെ കുറേ കട്ട്ലേറ്റ് ഒന്നിച്ചിട്ടിട്ട് പൊരിച്ചെടുത്താൽ നമുക്ക് ആ കൂടിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രം വെച്ചിട്ട് ഓരോന്നാണ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ വെർമസെല്ലിയൊക്കെ കൂടി പെട്ടെന്ന് കരിഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളൊന്ന് ചെയ്യുക, ഓരോന്നിനും എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയ വെർമസെല്ലിക്കയുടെ കോട്ടിങ് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് മുക്കിയാൽ മതി. ബ്രെഡ് ക്രംസ് മുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ആ വെർമസെല്ലിയിലൊന്ന് വെച്ച് നമുക്കിതിന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വെർമസെല്ലിയും കാടമുട്ടയാണ് നമ്മുടെ ഈ കട്ട്ലേറ്റിന് വെറൈറ്റി കൊടുക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. അതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എണ്ണ ചൂടായതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, എന്നാലും എണ്ണ കുടിക്കാത്ത രീതിയിൽ അതിനൊന്ന് പൊരിച്ചെടുക്കണം. പെട്ടെന്ന് ചൂട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അതുപോലെ 1-2 ഒരുമിച്ചിട്ടാലും ആ വെർമസെല്ലിയൊക്കെ ഒന്ന് കൂട് പോലെ അങ്ങോട്ട് കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്തെടുക്കുക കഴിഞ്ഞാൽ നല്ലത്. അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രം വെച്ച് ഒന്നിച്ചെല്ലാം കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത്ര അങ്ങോട്ട് കിട്ടില്ല. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ എന്തായാലും ഇങ്ങനത്തെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ പാത്രത്തിൽ ചെയ്യാനും നല്ലത്. അപ്പോൾ ഒന്ന് ക്ഷമയോടുകൂടി ഇത് ചെയ്യാം. വെർമസെല്ലിയൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ട ഒരു കൂട് പോലെ തന്നെ തോന്നും ചെയ്യും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു രസമല്ലേ, ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കിട്ടുമ്പോൾ ഒന്ന് കൊടുക്കാമല്ലോ. 4 മണിക്ക് ഇതായിട്ടോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് സ്നാക്സ് ഇതൊക്കെ ആയിട്ട് കഴിക്കാം. നല്ലൊരു പലഹാരമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും നോക്കണം. അങ്ങനെ നമുക്ക് ഇനി ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കും. ഓരോന്നായിട്ട് തന്നെ വറുത്ത് കോരിയെടുക്കണം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഇതായിട്ട് പോകും. അപ്പോൾ നമ്മുടെ വെർമസെല്ലി കിളിക്കൂട് കട്ട്ലേറ്റ് കൂട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് വറുത്തെടുക്കുകയാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഓരോ കാടമുട്ട വെച്ച് അലങ്കരിക്കണം. അപ്പോഴാണ് കൂട് ഫീൽ തോന്നുന്നില്ലേ എല്ലാവർക്കും? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ധാരാളം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്ക് നേരിട്ട് വാട്സപ്പിൽ ഓരോരുത്തരെ അറിയിക്കുന്നുണ്ട്, അത് ഒന്ന് അതിൽ തന്നെ അറിയിക്കണം, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പലഹാരം കട്ട്ലേറ്റ് കൂട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.